ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് പറയാൻ പോകുന്നത് ഹണിമൂൺ എന്ന സിനിമയുടെ കഥ പറയണമെന്ന് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ഇതിനു മുൻപേ ഹണിമൂൺ സിനിമയുടെ കഥ പറഞ്ഞിരുന്നു. അത് കുറേ മുൻപേ പറഞ്ഞത് ചിലപ്പോൾ യൂട്യൂബിൽ പരത്തിയാൽ കിട്ടൂലായിരുന്നു. അപ്പോൾ പുതുതായിട്ടൊരു കഥ പറയാൻ പാടില്ല, അതിനെക്കുറിച്ച് പറയാം. ഹണിമൂണ് അന്നത്തെ കാലത്ത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. AB രാജാണ് ഡയറക്ടർ. അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നസീർ സാറ് പോലീസ് ഓഫീസർ. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നസീർ സാറിന് പോലീസിനൊരു ടെലിഫോൺ കോൾ വരും. നസീർ സാർ അപ്പം തന്നെ പോയി ഫോൺ അറ്റൻഡ് ചെയ്ത്, അപ്പോൾ അപ്പുറത്ത് വിളിക്കുന്നത് രഘു എന്ന് പറഞ്ഞൊരാളാണ്. നസീർ സാർ പറയുന്നത്, രഘു ഞാനിത് ഉടനെ പുറപ്പെട്ടെന്ന് പറയും. അങ്ങനെ നസീർ സാർ ജീപ്പ് എടുത്തിട്ട് പോകുന്നു. കൊള്ളക്കാരെ പിടിക്കാൻ പോലും ജീപ്പ് എടുത്ത് ഒരു വലിയൊരു മലയോരം പോലത്തെ സ്ഥലത്ത് പോകുന്നു. അവിടെ കുറേ കൊള്ളക്കാർ പതുങ്ങിയിരുന്നിട്ടുണ്ടാകും. നസീർ സാറിൻ്റെ ജീപ്പ് അവിടെ എത്തിയാൽ ഇവരെല്ലാം ചാടി പോകും. പിന്നെ ഒരു 5-6 ആളെ നസീർ സാറിൻ്റെ ഫൈറ്റാണ്. ഒരു നല്ല അടിപൊളി ഫൈറ്റ്. അത് കഴിഞ്ഞ ഉടനെ നസീർ സാറ് കൊള്ളക്കാരെല്ലാം പിടിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ പോകുമ്പോൾ നസീർ സാറിന് വെടികൊള്ളും. വേറൊരു കൊള്ളക്കാരൻ വെടിവെക്കും. നസീർ സാർ വെടികൊണ്ടിട്ട് അവിടെ പോകുന്നു. വെടികൊണ്ട് പോയിട്ട് നസീർ സാർ മരിച്ച്. അപ്പം തന്നെ തിയേറ്ററിലുള്ള എല്ലാവർക്കും നിരാശയായി. തുടക്കത്തിൽ തന്നെ നസീർ സാറ് മരിച്ചു കഴിഞ്ഞാൽ എന്താ കഥ എങ്ങനെ പോകും? അപ്പോഴാണ് ഈ കൊള്ളക്കാർ പിന്നെ തിരിച്ച് വലിയ സൂട്ട് കേസിലായിട്ട് പോകുമ്പോൾ മരത്തിൻ്റെ മേലെ നിന്ന് ഒരാൾ താഴേക്ക് ചാടും, ട്രൗസറിലിട്ട്. അത് വേറെ നസീർ ഒരു കണ്ണിന് കറുപ്പ് തുണിയോടെല്ലാം കെട്ടിയിരുന്നു. പിന്നെ നസീർ സാർ ഈ കൊള്ളക്കാരായിട്ട് ഭയങ്കര ഫൈറ്റ്. പിന്നീട് അവരെ പിടിക്കാൻ പോകുമ്പോൾ അവരിൽ ഓടി രക്ഷപ്പെട്ടാളി. നസീർ സാറിന് അവരെ പിടിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ ചേട്ടനെ മരിച്ചല്ലോ. ചേട്ടത്തി അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നതാണ് ചേട്ടൻ മരിച്ച കാര്യം. അപ്പോൾ ആദ്യം ഫോൺ ചെയ്ത് രഘു എന്ന് പറഞ്ഞത് നസീറാണ്. നസീർ ചേട്ടനെയും കൂടി വിളിച്ചതാണ് കൊള്ളക്കാരൻ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ നസീർ CID ആണ്, മറ്റേ നസീർ പോലീസ് ഓഫീസർ. പിന്നെ അവിടുന്ന് കഥ തുടങ്ങുമെന്ന് പറഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് മണവാളൻ ജോസഫിനെയും ജോസ് പ്രകാശിനെയും. മണവാളൻ ജോസഫ് ഒരു ബ്രീഫ് കേസ് നിറയെ പണവുമായിട്ട് ഒരു വലിയ ചുരം കടന്നിട്ട് പോകുന്നത്. ജോസ് പ്രകാശ് ഒരു പിന്നെ ക്ലീൻ ഷേവെല്ലാം ചെയ്തിട്ട് ഒരു ഡ്രൈവർ, പാവപ്പെട്ട ഡ്രൈവർ. അങ്ങനെ ഇവരിങ്ങനെ പോയിക്കോട്ട് ഇരിക്കുമ്പോൾ മലയോരത്ത് അങ്ങ് അറ്റത്തെത്തുമ്പോൾ കാറ് പിന്നെ സ്റ്റോപ്പായി പോകും. പിന്നെ കാറ് ശരിയാവില്ല. പുറത്തിറങ്ങിയിട്ട് ജോസ് പ്രകാശ് എല്ലാം നോക്കും, ഒന്നും ശരിയാകുന്നില്ല. രാത്രിയായില്ല, രാത്രി. അപ്പോൾ മണവാളിനാണെങ്കിൽ കുറേ പൈസയുണ്ട്, ബാഗുമുണ്ട്. അപ്പോൾ ജോസ് പ്രകാശ് പറഞ്ഞു, ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരു വീടുണ്ടോ നോക്കിയിട്ട് വരട്ടെ, നമുക്ക് താമസിക്കാൻ വേണ്ടി നാളെ രാവിലെ കാർ ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു പെണ്ണുങ്ങൾ അതിലേ പോകുന്നത്, തലയിൽ കൊട്ടയിലും വെച്ചിട്ട്. ആ പെണ്ണുങ്ങളുടെ പേര് മുട്ടക്കാരി ജാനു എന്ന്. അത് വഞ്ചിയൂർ രാധയാണ്. അങ്ങനെ വഞ്ചിയൂർ രാധ പറയും, എന്തായാലും ഒരു കാര്യം ചെയ്യും, എൻ്റെ വീട്ടിൽ താമസിച്ചോ, മുതലാളി താമസിച്ചോട്ടെ, 2 പേർക്ക് താമസിക്കാൻ കഴിയില്ല. അപ്പോൾ ജോസ് പ്രകാശ് പറഞ്ഞു, ഓക്കെ ഞാൻ കാറിൽ നിന്നോളാം. അങ്ങനെ മണവാളൻ ജോസഫിനെയും കൂട്ടിയിട്ട് വഞ്ചിയൂർ രാധ വീട്ടിൽ പോയിട്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു. അങ്ങനെ മണവാളൻ ജോസഫ് കിടന്നുറങ്ങുമ്പോൾ രാത്രി പെട്ടെന്ന് വാതിലിന് മുട്ടി. മണവാളൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ജോസ് പ്രകാശ് മണവാളിനെ കൊന്നാളി ഡ്രൈവർ. അതിൻ്റെ മണവാളിൻ്റെ കയ്യിലുള്ള പൈസയെല്ലാം എടുത്തിട്ട് രക്ഷപ്പെടും. അപ്പോൾ മണവാളൻ ജോസഫിൻ്റെ മകനാന്ന് ആലുമൂട് എന്ന സ്ഥലത്തില്ല. ആലുമൂട് വേറെ എവിടെയൊക്കെ പോയത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആലുമൂടിൻ്റെ സുഹൃത്താണ് സുധീർ. അവരങ്ങനെ പട്ടണത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അച്ഛൻ മരിച്ച പേര് അറിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വരും. അപ്പോൾ ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആലുമൂടിന് ഡ്രൈവറെ സംശയം. ഡ്രൈവർ അപ്പോഴത്തെ ജോസ് പ്രകാശ് പണയിലെടുത്ത് വേറെ നാട്ടിലേക്ക് വരും. അപ്പോൾ സുധീറിനോട് പറയും, നമുക്ക് അവനെ കണ്ടുപിടിക്കണം എന്ന് പോകും. അങ്ങനെ അവർ ഒരു പട്ടണത്തിലെത്തിയാൽ ആലുമൂടന് ഒരു ജോലി കിട്ടി. ആലുമൂടന് സുധീറിന് ഒരു ജോലി കിട്ടി, ഒരു വലിയൊരു ഹോട്ടലിൽ, 5 നക്ഷത്ര ഹോട്ടലിൽ പാട്ടുകാരനായി. സുധീർ പാട്ട് പാടും, ആലുമൂടെ പിന്നെ ഒരു ഗിറ്റാർ വായിക്കും.
രണ്ടാൾക്കും അവിടെ ജോലി. സുധീർ നല്ലൊരു ജയന്തൻ ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, ഇന്ദ്രജാലരസമേറി പ്രണയമന്ത്രജാലരസമേറി, നല്ല പാട്ട്, നല്ല അടിപൊളി പാട്ട്. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഹോട്ടലിൻ്റെ ഉടമ ഒരു ദിവസം വരും. ഇവരെ സുധീറൊന്നും ഹോട്ടലിൻ്റെ ഉടമനെ കണ്ടിട്ടില്ല. അപ്പോൾ ഹോട്ടലിൻ്റെ ഉടമ വന്നിട്ട് കാറിൽ ഇറങ്ങിയിട്ട് വരും ജോസ് പ്രകാശ്. അപ്പോൾ ആലുമുടിന് മനസ്സിലായി ജോസ് പ്രകാശ് വേറെ വേഷത്തിലാണ്, പണ്ടത്തെ പോലെ ക്ലീൻ ഷേപ്പൊന്നുമില്ല, നല്ല ഗെറ്റപ്പ്, പൈസക്കാരനായിട്ട് കോട്ടലിട്ടിട്ട് പണ്ട് ഒരു പാവപ്പെട്ടാണ് ലുങ്കിയെല്ലാം എടുത്തിട്ട്. അപ്പോൾ ആലമ്പുടിന് സംശയം വന്നു. ആലമ്പുടൻ പോയി ഇതെന്താണെന്നു അച്ഛൻ്റെ ഡ്രൈവർ പണ്ടത്തെ. സുധീർ പറയും നീ മിണ്ടാതിരി, അത് അച്ഛൻ്റെ നിൻ്റെ അച്ഛൻ്റെ ഡ്രൈവർ ഇടത്ത് ഈ ഹോട്ടലിൻ്റെ മുതലാളിയാണ്, ഇത് വലിയ പണക്കാരനെ കൊടുത്ത് നീ വെറുതെ നീ അതൊന്നും പറയണ്ട, എൻ്റെ അച്ഛനെ കൊന്നൊന്നും പറഞ്ഞ അയാളിന്നെ ശരിപ്പെടുത്തി കളിയെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എല്ലാം അതേപോലെ ഉണ്ട് ആലമ്പുടി. അപ്പോൾ സുധീർ ഒരു അത് നോക്കിയിട്ട് കാര്യമില്ല, ഇന്ന് ടൗണിൽ പോയാലോ ഞാൻ എന്നെപ്പോലത്തെ ഒരാളെ കണ്ട്, അങ്ങനെ ആളെപ്പോലത്തെ ആൾ വേറെ ഉണ്ടാവുന്നു. അങ്ങനെ അത് കിടക്കുമ്പോൾ അത് പിന്നെ കാണിക്കുന്നത് നസീർ സാറിന്. നസീർ സാർ മറ്റേ CID നസീർ ഒരു വലിയ പണക്കാർ വീട്ടിൽ 2-3 പെമ്മക്കളിലുള്ളൊരു വീടുണ്ട്, ബംഗ്ലാവ്. അവിടെ ഡ്രൈവറായിട്ട് ജോലിക്ക് ചിലക്ക് എങ്ങനെ ജോലി വേണ്ടേ, കൊള്ളക്കാരെ പിടിക്കണ്ടേ, CIDക്ക് എന്തെങ്കിലും ജോലിയില്ലാതെ മനസ്സിലാവില്ല. അങ്ങനെ അവിടുത്തെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മൂത്ത മകളും ഉണ്ട്, രേണുകയാണ്. അപ്പോൾ രേണുകയായിട്ട് പിന്നെ നസീർ സാർ സ്നേഹത്തിലാണ്, ഡ്രൈവറാണ്. പക്ഷേ രേണുക നസീർ സാറിന് ഇഷ്ടപ്പെട്ട സ്നേഹത്തിൽ. ബാക്കി രണ്ടും കുറേ ക്ലബിലെല്ലാം പോകുന്നത്, ഉഷാറാണി വേറെ എന്ന് പറഞ്ഞ നടിയാണ്. അങ്ങനെ നസീർ സാറ് പിന്നെ ഈ ഡ്രൈവറായിരിക്കുമ്പോൾ തന്നെ ഈ കൊള്ളസംഘത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇവരെ ജോസ് പ്രകാശിൻ്റെ കൊള്ളസംഘത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും, അറിയാത്ത പോലെ. അപ്പോൾ അവിടെ ജസ്റ്റിനുണ്ട്, വലിയ പണ്ടത്ത് ഭീമ ഗായകൻ, ഭയങ്കര ഒരു ഇതാണല്ലോ ജസ്റ്റിൻ, ഹൈറ്റും വെയിറ്റ് അതിന് ബോഡിയെല്ലാം ആയിട്ട്. അപ്പോൾ ജസ്റ്റിൻ വന്നിട്ട് നസീറിനടുത്ത് എന്തോ സംശയം ചോദിക്കുമ്പോൾ CID എന്ന് മനസ്സിലാവും, എന്തോ സംശയം തോന്നി ജസ്റ്റിൻ. പിന്നെ അവിടെ ഭയങ്കര ഫൈറ്റാണ് നസീറും ജസ്റ്റിനും, ചളിയിലെല്ലാം മുണ്ടിലും ഫൈറ്റ്, ഭയങ്കര ഫൈറ്റാണ്. ചളി രണ്ടടിച്ചിട്ട് 2 തോട്ടിലെല്ലാം മുണ്ട്, തോട്ടുന്ന അടി. പിന്നെ ജസ്റ്റിനെ ഓടിക്കളി. പിന്നെ നസീർ സാറ് എന്ത് ചെയ്ത് കൊള്ളസംഘം പിടിക്കണമല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ ജോസ് പ്രകാശനാന്ന് കള്ളെന്ന് മനസ്സിലായി. ജോസ് പ്രകാശിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നസീർ സാർ. അപ്പോൾ ആ കൊള്ളസംഘത്തിൽ ജോസ് പ്രകാശിൻ്റെ മെയിൻ കയ്യാൾ മഞ്ചേരി ചന്ദ്രനാണ്. മഞ്ചേരി ചന്ദ്രനായി നല്ല റോളാണ്. പിന്നെ നസീർ സാർ എന്ത് ചെയ്ത് കൊള്ളസംഘത്തിൽ പോയിട്ട് കൊള്ളക്കാരെ പിടിക്കാൻ പോകുന്നത്. കൊള്ളക്കാരെ പിടിക്കാൻ പോകുന്ന സമയത്ത് നസീർ സാറിൻ്റെ മഞ്ചേരി ചന്ദ്രൻ പിടിച്ച് കെട്ടിയിടും. മഞ്ചേരി ചന്ദ്രൻ കുറേ കൊള്ളക്കാർ വന്നിട്ട് പിടിച്ച് കെട്ടിയിട്ടാണ്. അങ്ങനെ മഞ്ചേരി ചന്ദ്രൻ കെട്ടിയിട്ടെടുത്ത് നസീർ സാറിനെ വെടിവെച്ച് കൊല്ലാൻ പോകുമ്പോൾ നസീർ സാർ കാലൊന്ന് അമർത്തും. അപ്പോൾ ഷൂവിൻ്റെ ഉള്ളിലോട്ടൊരു വെടിയുണ്ട് പോകും. അങ്ങനെ മഞ്ചേരി ചന്ദ്രൻ്റെ നെഞ്ചത്ത് വന്ന് കൊള്ളും. പിന്നെ അവിടുന്ന് കെട്ടയക്കാൻ വേണ്ടിയിട്ട് കൊളസംഘത്തിനുള്ള ബഹദൂറാൻ്റെ തോന്നുന്നുണ്ട്, കെട്ടലയച്ചു കൊടുക്കും നസീർ സാറിന്. പിന്നെ ഭയങ്കര ഫൈറ്റ്. അതിന് ശേഷം നസീർ സാർ എന്ത് ചെയ്ത് വീട്ടിൽ വന്ന് ഈ രേണുകൻ്റെ വീട്ടിൽ ഡ്രൈവറായിട്ട് വെക്കുന്നില്ല. അപ്പോൾ അവർക്കും മനസ്സിലായി CID ആണെന്ന് മനസ്സിലായി. വാടകയ്ക്ക് ഡ്രൈവറായിട്ട് വന്നിട്ട് ഇത് CID ആണെന്ന് മനസ്സിലായി. പിന്നെ CID എന്ന് മനസ്സിലായ സമയത്ത് വേറെ പാട്ട്, പടം തീരാനാകുമ്പോൾ 5 മിനിറ്റ് മുമ്പുള്ള സമയത്ത് വേറെ ജയേന്ദ്ര ചേട്ടൻ്റെ അടിപൊളി പാട്ട്, മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം, മാലാകമാരുടെ മാലാക നീ. അടിപൊളി പാട്ടാണ്. പടം തീരാൻ 5 മിനിറ്റ് മുമ്പുള്ള സമയത്ത് ഈ പാട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, കാരണം ഒരു പാട്ടും കൂടി കിട്ടിയല്ലോ. അത് കഴിഞ്ഞ് ജോസ് പ്രകാശിനെല്ലാം പിടിച്ച് അതിനിടയ്ക്ക് ആലുമുടൻ വന്ന് ജോസ് പ്രകാശിനെ കൊല്ലാൻ പോകുമ്പോൾ നസീർ പിടിച്ച് നോക്കും, നിയമത്തിൻ്റെ വഴിയിൽ വിടാമെന്ന് പറയും. ആലുമുടൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തുനിന്നു, ആലുമുടൻ്റെ അച്ഛനെ കൊന്നതല്ല. പിന്നെ അവിടെ എല്ലാം ശുഭമായിട്ട് ജോസ് പ്രകാശിനെ പോലീസ് കൊണ്ടുപോകും. ഇതാണ് കഥ. അടിമോളുണ്ട്. ഓക്കെ.